നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല. നിങ്ങളുടെ ബ്രെയിൻ ലിറ്ററലി മറ്റൊരു ടൈം സോണിൽ നിന്നുകൊണ്ടായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? രാവിലെ 5 മണിക്ക് എണീക്കുക, 6 മണിക്ക് എണീക്കുക, ഗ്രൈൻഡ് ചെയ്യുക, വർക്ക് ചെയ്യുക. സോ അത് കേട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്ത് നോക്കും. ഇതിലെ ട്വിസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മടി മാത്രമല്ല, അത് ബയോളജി കൂടിയാണ്. നിങ്ങളുടെ സിർക്കേഡിയം ഋതം ഉണ്ടല്ലോ, നിങ്ങളുടെ ബോഡീൻ്റെ ഇൻറ്റേർണൽ ക്ലോക്ക്, അത് പലവർക്കും പല രീതിയിലാണ് വയർ ചെയ്തേക്കുന്നത്. അതിനെ രാവിലെ എണീക്കാൻ പറയുന്ന ഒരു മോട്ടിവേഷണൽ വീഡിയോസും പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. സി, നമുക്ക് ബിൽട്ട് ഇൻ ആയിട്ടുള്ള കുറച്ച് സ്ലീപ്പ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്രോണോ ടൈപ്സ്. ചില ആൾക്കാർ ഏർലി ബേർഡ്സ് ആയിരിക്കും. അവരുടെ ഫോക്കസും എനർജിയും പീക്ക് ലെവലിലാവുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴായിരിക്കും. മറ്റു ചിലരുണ്ട്, അവർ നൈറ്റ് ഔൾസ് ആയിരിക്കും. അതായത് ഫോക്കസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പീക്കായിരിക്കുന്നത് രാത്രി 10 മണിക്കോ 11 മണിക്കോ ശേഷമായിരിക്കും. അത് ലിറ്ററലി ജെനറ്റിക്കാണ്. സോ നിങ്ങളുടെ ബോഡി മെലറ്റോണിനും കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് ഡിഫറെൻറ്റ് ടൈംസിലാണ് റിലീസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ബയോളജി സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ രാവിലെ എണീക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു മീനിനോട് ഒരു മരത്തിൻ്റെ മേൽ കയറാൻ പറയുന്നത് പോലെയാണ്. സോ രാവിലെ എണീക്കുന്നത് നിങ്ങൾ അത്ര മിസറബിൾ ആക്കുന്നുണ്ടെങ്കിൽ ഗിൽറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മിസ്മാച്ച്ഡ് ആണ്. അതായത് നിങ്ങളുടെ റിതം മറ്റൊരു ഈണത്തിനോട് ചേർന്നായിരിക്കും തുള്ളുന്നത്. സോ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ നാച്ചുറൽ എനർജി സൈക്കിൾസുമായിട്ട് സിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർ ആൻഡ് എഫിഷ്യൻ്റ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അലൈൻമെൻ്റ് ആണ് ആവശ്യം, ഡിസിപ്ലിനും മോട്ടിവേഷൻ വീഡിയോസും അല്ല.